സംസാര സൗന്ദര്യം, സംസ്കാര സൗന്ദര്യം, സ്വഭാവ സൗന്ദര്യം. ഈ 3 സൗന്ദര്യങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കും സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സൗന്ദര്യം ആർക്കും കൂട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സംസാര ഭംഗി കൂട്ടിയാൽ, സംസ്കാരത്തിൻ്റെ ഭംഗി കൂട്ടിയാൽ, സ്വഭാവത്തിൻ്റെ ഭംഗി കൂട്ടിയാൽ അയാൾ നല്ല ഭംഗിയുള്ള ആളായി മാറും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസാര ഭംഗിയാണ്. മറ്റുള്ള രണ്ടിനേക്കാളും പ്രധാനപ്പെട്ടത് സംസാര ഭംഗിക്കാണ്. സംസാരം ആകർഷണീയമാക്കാൻ അനുകരണമാണ് ആവശ്യം. അതായത് നല്ല സംസാരം തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഡോക്ടറെയും എഞ്ചിനീയർ എടുത്താൽ ഡോക്ടറുടെ സംസാരത്തെയാണ് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ഉമ്മാനെയും വാപ്പാനെയും എടുത്താൽ ഉമ്മാൻ്റെ സംസാരത്തെയാണ് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ല സംസാരങ്ങളുണ്ട്. ഈ സംസാരങ്ങളെ ഫോളോ ചെയ്ത് സംസാരത്തെ ഭംഗിയാക്കി എടുക്കണം. ഒരേ വിഷയം തന്നെ പരുഷമായും പറയാൻ പറ്റും, മയമായും പറയാൻ പറ്റും. മയമായി പറയാൻ പരിശീലിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്.